ഗുഡ് മോർണിംഗ്. ഡി എം ബി ടുവിൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ ബെയറിങ്സ് എന്ന് പറയുന്ന പോർഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം സെക്കൻഡ് മൊഡ്യൂളിൽ ബെയറിംഗ് മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാം. അതിൻ്റെ ടൈപ്സ്, സെലക്ഷൻ പ്രൊസീജിയർ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഫസ്റ്റ് ബെയറിംഗ് എന്താണെന്ന് നോക്കാം. ബെയറിംഗ് ഈസ് എ മെക്കാനിക്കൽ എലമെൻറ്റ് ദാറ്റ് പെർമിറ്റ്സ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു പാർട്സ് സച്ച് ആസ് ഷാഫ്റ്റ് ആൻഡ് ഹൗസിംഗ് വിത്ത് മിനിമം ഫ്രിക്ഷൻ. അതായത് പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഹൗസിങ്ങിൽ നിന്നും ഷാഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ബെയറിങ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ എലമെൻറ്റ്. ഓക്കെ, റിലേറ്റീവ് മോഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ബെയറിങ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബെയറിങ്സിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് രണ്ട് ടൈപ്പിലുള്ള ബെയറിംഗ് ആണ്. ഒന്ന് റേഡിയൽ ബെയറിങ്ങും അതേപോലെ തന്നെ ത്രസ്റ്റ് ബെയറിങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫിഗർ ഒന്ന് നോക്കുക. ഈ ഫിഗറിൽ ഇതാണ് ഷാഫ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതാണ് ബെയറിങ്ങിൻ്റെ കേസ്. ഇത് ബെയറിംഗ് അത് കരുതിക്കോ. ഓക്കെ, ഇത് ബെയറിങ്ങിൻ്റെ കേസിങ് അല്ലെങ്കിൽ ഔട്ടർ സർഫസ് എന്ന് പറയും. ഓക്കെ, ഈ ഹാച്ച് ചെയ്തേക്കുന്നതാണ് ശരിക്കുമുള്ള ബെയറിങ്ങിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഷാഫ്റ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അതെ, ഇതാണ് ഷാഫ്റ്റിൻ്റെ ആക്സിസ്. മീൻസ് ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് എങ്ങനെയാണ്, ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം, റേഡിയൽ ബിയറിംഗ് എന്ന് പറയാം. ഓക്കെ, ദെൻ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പാരലായിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ഇതാണ് ഷാഫ്റ്റിൻ്റെ ആക്സിസ് എങ്കിൽ ഇതിന് പാരലായിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, ത്രസ്റ്റ് ബിയറിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ രണ്ട് തരത്തിലുള്ള ബിയറിംഗ് ഉണ്ട്. ഒന്ന് റേഡിയൽ ബിയറിംഗ് ടു സപ്പോർട്ട് ദ ലോഡ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ഷാഫ്റ്റ്. രണ്ട് ത്രസ്റ്റ് ബിയറിംഗ് ടു സപ്പോർട്ട് ദ ലോഡ് വിച്ച് ആക്സ് ഓൺലി എലോങ് ദ ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്. ഷാഫ്റ്റിന് എലോങ് ആണെങ്കിൽ എന്ത് പറയാം, നമുക്ക് ത്രസ്റ്റ് ബിയറിംഗ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബെയറിംഗ് അക്കോർഡിംഗ് ടു ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ അനുസരിച്ച് ബിയറിങ്ങിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ നമുക്ക് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാനുള്ളത്. ഒന്ന് സ്ലൈഡിംഗ് കോൺടാക്ട് ബിയറിംഗ്, അതേപോലെ തന്നെ റോളിംഗ് കോൺടാക്ട് ബിയറിംഗ്. അപ്പം നമുക്ക് ഈ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളതും ഈ ബിയറിങ്സ് ആണ്. ഓക്കെ, സ്ലൈഡിംഗ് കോൺടാക്ട് ബിയറിംഗ്, അതിൽ തന്നെ പ്ലെയിൻ ബിയറിംഗ് ഉണ്ട്, ജേണൽ ബിയറിംഗ് ഉണ്ട്, സ്ലീവ് ബിയറിംഗ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ബിയറിങ്സ് ഉണ്ട്. അതേപോലെ റോളിംഗ് കോൺടാക്ട് ബിയറിംഗിനെ പറയുന്ന വേറെ പേരാണ് ആൻറ്റി ഫ്രിക്ഷൻ ബിയറിംഗ് എന്ന് പറയാം. അതിൽ എക്സാമ്പിളാണ് ബോൾ ബിയറിംഗ്, സിലിണ്ടറിക്കൽ ബിയറിംഗ് എന്നൊക്കെ പറയുന്ന അതിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മൊഡ്യൂളിൽ ശരിക്കും പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെയറിങ്സിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് എന്നല്ല നമ്മൾ പറയുന്നത്, സെലക്ഷൻ സ്റ്റെപ്സ് എന്ന്. അതായത് ഒരു ബെയറിങ് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയുള്ള സ്റ്റെപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നു, എങ്ങനെയാണ് അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്നാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു പ്രോബ്ലത്തിലോട്ട് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: സെലക്ട് എ സിംഗിൾ റോ ഡീപ്പ് ഗ്രൂവ് ബാൾ ബെയറിംഗ് ഫോർ എ റേഡിയൽ ലോഡ് ഓഫ് 4000 ന്യൂട്ടൺ ആൻഡ് ആൻ ആക്സിയൽ ലോഡ് ഓഫ് 5000 ന്യൂട്ടൺ. അപ്പം ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ റോ ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ് എന്ന്. ഓക്കെ, ഫോർ എ റേഡിയൽ ലോഡ് തന്നിട്ടുണ്ട് എഫ് ആർ എന്ന് പറയുന്നത് എത്രയാണ്, 4000 ന്യൂട്ടൺ. ആക്സിയൽ ലോഡ് തന്നിട്ടുണ്ട് എഫ് എ എന്ന് പറയുന്നത് എത്രയാണ്, 5000 ന്യൂട്ടൺ. ദെൻ ഓപ്പറേറ്റിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 1600 RPM. സോ സ്പീഡ് തന്നിട്ടുണ്ട് n ഈസ് ഈക്വൽ ടു എത്രയാണ്, 1600 RPM ഫോർ ആൻ ആവറേജ് ലൈഫ് ഓഫ് 5 ഇയർ അറ്റ് 10 hours പെർ ഡേ. ഒരു ദിവസം 10 അവർ വെച്ച് എത്രയാണ് അതിൻ്റെ ആവറേജ് ലൈഫ് എന്ന് വെച്ചാൽ 5 ഇയർ, 5 വർഷമാണ്. അസ്യൂം യൂണിഫോം ആൻഡ് സ്റ്റഡി ലോഡ്. അവിടെ അസ്യൂം ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്താണ്, യൂണിഫോം ആൻഡ് സ്റ്റഡി ലോഡാണ്, നോട്ട് ഡൈനാമിക് സ്റ്റഡി ലോഡാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതി, എഫ് ആർ എഴുതി, എഫ് എ എഴുതി, ദെൻ അസ്യൂം യൂണിഫോം ആൻഡ് സ്റ്റഡി ലോഡ്, സ്പീഡ് എടുത്ത് എഴുതിയിട്ടുണ്ട്. ദെൻ ആവറേജ് ലൈഫ് ഈസ് ഈക്വൽ ടു 5 ഇയർ അറ്റ് 10 hours പെർ ഡേ. ഒരു ദിവസം 10 അവർ വെച്ച് എത്രയാണ്, 5 വർഷം. എന്താണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ടു സെലക്ട് സിംഗിൾ റോ ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ്. സിംഗിൾ റോ ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ് ആണ് സെലക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സ്റ്റെപ്പ് 1, കാൽക്കുലേറ്റ് ദ വാല്യൂസ് ഓഫ് എക്സ്, വൈ ആൻഡ് വി. അതായത് എക്സ്, വൈ, വി എന്നീ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയൽ ഫാക്ടർ, വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രസ്റ്റ് ഫാക്ടർ, ആൻഡ് വി എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേഷൻ ഫാക്ടർ. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റാ ബുക്കിൽ, അതായത് മഹാദേവൻസ് ഡേറ്റാ ബുക്ക് 4th എഡിഷനിൽ പേജ് നമ്പർ 381 ടേബിൾ 16.3 എന്ന് പറയുന്ന ടേബിളിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ നമ്മൾ ഡേറ്റാ ബുക്കിൽ പേജ് നമ്പർ 81 ടേബിൾ 16.3 എടുക്കുക. ഈ 16.3 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ബിയറിംഗ് ടൈപ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, 2-3 ടൈപ്സ് ബിയറിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് എന്താണ്, റേഡിയൽ കോണ്ടാക്റ്റ് ഗ്രൂവ് ബോൾ ബിയറിംഗ് നമ്മളെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു റോ മാത്രം കൺസിഡർ ചെയ്താൽ മതി.
ഓക്കെ, ഈ റോയിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് FA/CO എന്ന് പറയുന്ന വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സെറ്റ് വാല്യൂസ് ഉണ്ട്, അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക? FA/CO എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ V value if in relation to the load the inner ring is rotating ഉണ്ട്, സ്റ്റേഷനറി ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ബെയറിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഇന്നർ റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും റൊട്ടേറ്റിങ്ങും ഔട്ടർ അതിൻ്റെ കേസിംഗ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ V എന്ന വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ റൊട്ടേറ്റിംഗ് കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വിയുടെ വാല്യൂ എത്ര വരും? 1 എന്ന് വരും. ഓക്കെ, ഇനി എക്സിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ എക്സിൻ്റെ വാല്യൂവിൽ സിംഗിൾ റോ ബെയറിംഗ് വെൻ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് സിംഗിൾ റോ ബിയറിംഗ് ആണെന്നല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്? എക്സിൻ്റെ വാല്യൂ 0.56 എന്ന് വരും. ദെൻ ഇനിയുള്ളത് നമുക്ക് വൈയുടെ വാല്യൂ ഉണ്ട് അല്ലേ. വൈയുടെ വാല്യൂവും സിംഗിൾ റോ ബിയറിങ്സിലാണെങ്കിൽ നമ്പർ ഓഫ് സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2.30 എന്നും പറഞ്ഞ് ഇങ്ങനെ താഴോട്ട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഏകദേശം ഒരു നടുവിലായിട്ട് നമ്മളൊരു വാല്യൂ സെലക്ട് ചെയ്യുന്നു. ഇപ്പം എന്താണ്ട് 2.30 ഉണ്ട്, നമ്മളൊരു 1.71 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂവും കിട്ടി. ഓക്കെ, ഇനി ഈ വൈയുടെ വാല്യൂവിൻ്റെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ വന്നുള്ള FA/CO വാല്യൂ നോക്ക്. വൈയുടെ വാല്യൂയുടെ നേരെയുള്ള FA/CO ഇത് വരും 0.056 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും വാല്യൂസാണ് നമ്മൾ ഈ ടേബിളിൽ നിന്ന് എടുക്കുന്നത്. സോ ആ വാല്യൂസ് എല്ലാം നമ്മൾ എടുത്തെഴുതി. ഫോർ റേഡിയൽ കോണ്ടാക്ട് ബിയറിങ്ങിന് റേഡിയൽ ഫാക്ടർ X എഴുതി, ട്രസ് ഫാക്ടർ Y എഴുതി, റൊട്ടേഷൻ ഫാക്ടർ V എഴുതി. ദെൻ FA/CO = 0.056. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ഇക്വലൻ്റ് ഡൈനാമിക് ലോഡ്, അതായത് ഇക്വലൻ്റ് ഡൈനാമിക് ലോഡ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഡേറ്റാ ബുക്കിൽ പേജ് നമ്പർ 372 ഇക്വേഷൻ 16.6 നോക്കിയാൽ മതി. ആ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. P = X × V × FR + Y × FA. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. എക്സിൻ്റെ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട്. ദെൻ വിയുടെ വാല്യൂ നമുക്കറിയാം. ദെൻ FRൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റേഡിയൽ ലോഡ് എത്ര ആണെന്ന്, ആക്സിയൽ ലോഡും തന്നിട്ടുണ്ട്, വൈയും തന്നിട്ടുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് P = 10790 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് കാൽക്കുലേറ്റ് ഇക്വലൻ്റ് ഡൈനാമിക് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് കാൽക്കുലേറ്റിംഗ് റേറ്റിംഗ് ലൈഫ് അല്ലെങ്കിൽ ബെയറിംഗ് ലൈഫാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇൻ മില്യൺസ് ഓഫ് റെവല്യൂഷൻ, അവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മില്യൺസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് നമ്പർ 375 ഇക്വേഷൻ 16.11a എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിടപ്പുണ്ട്. അതായത് LN = 60 NLH / 10⁶ മില്യൺ റെവല്യൂഷൻ. ഇതാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ LH മീൻസ് ലൈഫ് ഓഫ് ബെയറിംഗ് ഇൻ അവേഴ്സിൽ, അതായത് ബെയറിംഗിൻ്റെ ലൈഫ് ഇൻ അവേഴ്സ് ആണ് LH എന്ന് പറയുന്നത്. N എന്ന് വെച്ചാൽ സ്പീഡ് ഇൻ റെവല്യൂഷൻ പെർ മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ആവറേജ് ലൈഫ് അല്ലെങ്കിൽ ഡിസൈഡ് ലൈഫ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ലൈഫ് എന്ന് വെച്ചാൽ 5 ഇയർ എന്ന് തന്നേക്കുന്നത് അല്ലേ. അറ്റ് 10 hour per day, ഒരു ദിവസം എത്ര ഉണ്ട്? 10 hour വെച്ച്. അപ്പോൾ നമുക്ക് ലൈഫ് ഇൻ അവേഴ്സ് കണ്ടുപിടിക്കണം. നമ്മൾ ഈ ബെയറിങ്ങിൻ്റെ ലൈഫ് പറയുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും 90% റിലയബിലിറ്റി ആണ് നമ്മളെപ്പോഴും അസ്യൂം ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് റിലയബിലിറ്റി ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലയബിലിറ്റി എന്ന് പറയുന്നത് 90% ആണ്. ഇപ്പം ബോൾ ബിയറിംഗ് എന്ന് വെച്ചാൽ ബോൾ ബിയറിങ്ങിൽ ഇപ്പം 10 നമ്പർ ഓഫ് ബോൾസ് 10 ഉണ്ടെന്ന് വെച്ചോ അതിൽ. അപ്പോൾ അതിൽ നമ്മളിപ്പം ഒരെണ്ണം എന്തെങ്കിലും ഫ്രാക്ചർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിപ്പോൾ ഒരു പ്രാവശ്യമല്ലല്ലോ ഇങ്ങനെ റെവല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, ആ സമയത്ത് ഒരു ബോളിനെങ്ങാണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ആ ഒരു 10% പോയാലും നമ്മളതിനെ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? അതാണ് അതിൻ്റെ 90% റിലയബിലിറ്റി എന്ന് നമ്മൾ എടുക്കുന്നത്. സോ ആ ബെയറിംഗ് 90% റിലയബിൾ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏകദേശം മനസ്സിലായല്ലോ എന്താണെന്ന്. ഓക്കെ, സോ അതിൻ്റെ ലൈഫ് നമ്മൾ പറയുന്നത് 90% റിലയബിൾ ആണെങ്കിൽ അതിൻ്റെ ലൈഫ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് L10 എന്ന്, അതായത് ലൈഫ് ഇൻ അവേഴ്സ് പറയുമ്പം L10H എന്ന് പറയും. ഓക്കെ, ലൈഫ് ഇൻ അവേഴ്സ് 10 വന്നത് കാരണം എന്താണ്? 90% ആണ് റിലയബിലിറ്റി നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു അവേഴ്സ് പെർ ഡേ. ഒരു ദിവസം എത്ര അവേഴ്സ് ഉണ്ട്? നമുക്കറിയാം 10 hours per day ആണ്. സോ 10 ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ആൻ ഇയർ, ഒരു ഇയറിൽ എത്ര ദിവസമുണ്ട്? 365 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്, മൊത്തം എത്ര വർഷം തന്നിരിക്കുന്നത്? 5 ഇയേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ലൈഫ് ഇൻ അവേഴ്സ് എത്ര വരും? 18,250 hours എന്ന് വരും.
സോ അസ്യൂം റിലയബിലിറ്റി 90% നമ്മൾ അസ്യൂം ചെയ്തു. ആൻഡ് കാൽക്കുലേറ്റ് എൽട്ടൺ ലൈഫ് ഇൻ മില്യൺ റെവല്യൂഷനിൽ നമ്മൾ L10 ലൈഫ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ LN എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? L10 ഈസ് ഈക്വൽ ടു NL എന്ന് പറയുന്നത് എന്താണ്? L10 ഈസ് ഈക്വൽ ടു 60 NL Hൻ്റെ അവിടെ എന്ത് എഴുതാം? 10H ഡിവൈഡഡ് ബൈ 10⁻⁶ എന്ന് എഴുതാം. ഓക്കെ, അതിൽ 60 ഇൻറ്റു N നമുക്കറിയാം, ദെൻ L10H നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡിവൈഡ് ബൈ 10⁻⁶ ഈസ് ഈക്വൽ ടു 1752 മില്യൺ റെവല്യൂഷൻ എന്ന് വരും. ഓക്കെ, അപ്പം ബിയറിംഗ് ലൈഫ് കഴിഞ്ഞു അല്ലേ? ബിയറിംഗ് ലൈഫ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 4 ആണ്. സ്റ്റെപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് ബെയറിംഗ് ആണ്. ക്യാപിറ്റൽ C. അതാണ് നമുക്ക് 4ാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അതായത് ഇക്വേഷൻ 16.4a പേജ് 372. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോർ ബോൾ ബിയറിംഗ് ആ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ LN ഈസ് ഈക്വൽ ടു C/P ദ ഹോൾ റേസ് ടു 3. ഇതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. LN അല്ലെങ്കിൽ L10 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 1752. C എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി C ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ P നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 10790. P നമ്മൾ തുടക്കത്തിലേ കണ്ടുപിടിച്ചാണ്. ഓക്കെ, 10790. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. നമുക്കതിൽ നിന്ന് C എന്ന് പറയുന്ന വാല്യൂ എത്ര കിട്ടും? 130076.69 ന്യൂട്ടൺ എന്ന് കിട്ടും. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്, സിയുടെ വാല്യൂ ആണ് ഈ പറഞ്ഞത്. ഓക്കെ, സോ സ്റ്റെപ്പ് നമ്പർ 4 കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് നമ്പർ 5. സ്റ്റെപ്പ് നമ്പർ 5 മീൻസ് സെലക്ഷൻ ഓഫ് ഡീപ്പ് ഗ്രൂവ് ബോൾ ബിയറിംഗ്. ഇപ്പോൾ സ്റ്റെപ്പ് നമ്പർ 5 നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ് ആ ബിയറിംഗ്. നമ്മൾ പറഞ്ഞു ഇവിടെ ബിയറിംഗിൻ്റെ ഡിസൈൻ അല്ല, നമ്മൾ സെലക്ഷനാണ് വേണ്ടതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഏതാണെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി പേജ് നമ്പർ 387 ടേബിൾ 16.9 എന്ന് പറയുന്ന കോളം എടുക്കുക. ഓക്കെ, ടേബിൾ 16.9. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ടേബിൾ എന്ന് പറയുന്ന പേജ് നമ്പർ 387 ടേബിൾ 16.9 എന്ന് പറയുന്ന ടേബിൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ദെൻ ബെയറിംഗ് ഓഫ് ബേസിക് ഡിസൈൻ നമ്പർ, ബെയറിങ്ങിൻ്റെ ഡിസൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട് SKF. ഓക്കെ, അത് ഓർത്ത് വെച്ചിട്ടുണ്ട്. SKF-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ D, സ്മോൾ d, ക്യാപിറ്റൽ D, B, R കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദെൻ സ്റ്റാറ്റിക് ലോഡ് CO കൊടുത്തിട്ടുണ്ട്, ഡൈനാമിക് ലോഡ് C കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഡൈനാമിക് ലോഡ് C എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? എത്രയാണ് അതിൻ്റെ വാല്യൂ? 130076.69 എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഈ കോളം എടുത്തിട്ട് നമ്മൾ ആ കണ്ടുപിടിച്ച വാല്യൂ ഉണ്ടോ നോക്ക്. 1300 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടോ നോക്ക്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 1265 കഴിഞ്ഞാൽ പിന്നെ എത്രയാണ്? 135330 എന്ന് പറയുന്ന വാല്യൂ ആണല്ലേ? സോ 135330. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത നമ്മളെ വാല്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ലാർജർ വാല്യൂസ് എടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ലാർജർ വാല്യൂസ് എന്ന് പറയുന്നത്. സോ സിയുടെ വാല്യൂ എത്രയാണ്? 135330. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സിഒയുടെ വാല്യൂ എത്രയാണ്? CO മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് CO ആണ്, 139745. അങ്ങനെയാണെങ്കിൽ നേരെ ലെഫ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്പർ എത്രയാണ്? മോഡൽ നമ്പർ, അതായത് SKF 6230. ഓക്കെ, ഇവിടെ 62 26 28 62 26 30 എന്നാണ് കേട്ടോ. അപ്പോൾ 62 26 30 എന്ന് വരും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന C വാല്യൂ വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന മാക്സിമം അല്ലെങ്കിൽ ആ സിയുടെ വാല്യൂ വെച്ചിട്ട് നമ്മൾ അടുത്ത ലാർജർ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ CO കിട്ടും. അതേപോലെ തന്നെ അതിൻ്റെ നമ്പർ SKF എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നമ്പറും കിട്ടും, 6230. ഓക്കെ, സോ നമുക്ക് കിട്ടിയ വാല്യൂസ് നമ്മൾ എടുത്തെഴുതി. ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി നിയർ ടു 130076.69 ന്യൂട്ടൺ എന്ന് പറയുന്നത് SKF 6230 ആണ്. അങ്ങനെയാണെങ്കിൽ 4 SKF 6230 ഡൈനാമിക് ലോഡ് ഫാക്ടർ C കിട്ടും 135330 ന്യൂട്ടൺ. ദെൻ സ്റ്റാറ്റിക് ലോഡ് CO കിട്ടും, എന്താണ്? 139735 ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യം കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ FA/CO കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ FA/CO എന്നാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ? അതേപോലെ ഇവിടെ എന്ത് കണ്ടുപിടിക്കുക? FA/CO എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ FA നമുക്കറിയാം 5000, CO നമ്മളിപ്പം കണ്ടുപിടിച്ച CO സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 139735. അപ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.36 എന്നാണ് FA/CO കിട്ടുന്നത്. എത്രയാണ്? 0.36. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ FA/CO എത്രയാണ്? 0.056. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് FA/CO തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ നമ്മളങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നമ്മൾ ഈ രണ്ട് CO തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ്?
രണ്ടും ഈക്വൽ ആണോ? അല്ല. സോ ദീസ് ടു വാല്യൂസ് ആർ നോട്ട് മാച്ചിങ്. ഈ രണ്ട് വാല്യൂസ് ഒരിക്കലും മാച്ച് ആവുന്നില്ല. സോ ബാൾ ബിയറിംഗ് സെലക്ഷൻ പ്രൊസീജിയർ ഈസ് കണ്ടിന്യൂഡ് വിത്ത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അതായത് അങ്ങനെ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വേറൊരു മെത്തേഡ് യൂസ് ചെയ്യണം. എന്താണ്? ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം. അതായത് റിപ്പീറ്റ് ഫ്രം സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1ൽ നിന്ന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക? ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. എവിടം വരെ? ഈ FA/CO ഈ കണ്ടുപിടിച്ചതും നമ്മുടെ ഫ്രണ്ടിൽ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചതും ഈക്വൽ ആണെന്ന് അല്ലയോ എന്നുള്ള വന്നില്ലെന്നുള്ള കണ്ടീഷനിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും റീസെലക്ട് ചെയ്യണം. റീസെലക്ട് ചെയ്യുന്ന സമയത്ത് FA/CO എന്ന് പറയുന്ന ഫസ്റ്റ് വാല്യൂ അല്ല നമ്മൾ എടുക്കേണ്ടത്. എന്താണ്? 0.036 എന്ന് പറയുന്ന നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച വാല്യൂ ആണ് നമ്മളിവിടെ FA/COയ്ക്ക് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. അപ്പം സ്റ്റെപ്പ് 1A എന്ന് കൊടുത്ത കാരണം സ്റ്റെപ്പ് 1 നമ്മൾ ഓൾറെഡി ചെയ്തു. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് സ്റ്റെപ്പ് 1A എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ന്യൂ ത്രസ്റ്റ് ഫാക്ടർ Y കണ്ടുപിടിക്കണം. അതായത് പുതിയ ത്രസ്റ്റ് ഫാക്ടർ Y കണ്ടുപിടിക്കണം. അപ്പം ചോദിക്കും റേഡിയൽ ഫാക്ടർ എക്സും അതേ കണക്ക് തന്നെ റൊട്ടേഷൻ ഫാക്ടർ വിയും വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും റിമെയിൻസ് സെയിം ആയിരിക്കും. ഓക്കെ, അതിന് യാതൊരു മാറ്റവുമില്ല. വൈയുടെ വാല്യൂ മാത്രം നമ്മളിവിടെ മാറ്റേണ്ട വാല്യൂ ഏതാണ്? വൈയുടെ വാല്യൂ മാത്രം നമ്മളിവിടെ കണ്ടുപിടിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പം വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ടേബിൾ ഉണ്ടല്ലോ, പഴയ ടേബിൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച 381 ടേബിൾ 16.3. നമ്മുടെ ആ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റേഡിയൽ കോണ്ടാക്ട് ഗ്രൂപ്പ് ബോൾ ബിയറിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ FA/CO നോക്കുക. FA/CO നമുക്കുള്ള വാല്യൂ എത്രയാണ്? 0.036 അല്ലേ? അപ്പം ഇതിൽ നോക്കുക 0.036 ഉണ്ടോ എന്ന് നോക്കുക. 0.028 കഴിഞ്ഞാൽ അടുത്ത് എത്രയാണ്? 0.056 ആണ്. സോ അങ്ങനെ ഒരു വാല്യൂ അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഈ രണ്ട് വാല്യൂസ് അല്ലേ? സോ നമ്മൾ രണ്ടും കൺസിഡർ ചെയ്യും. നമുക്കറിയാം ഇതിന് ബിറ്റ്വീൻ ആണ് നമ്മുടെ വാല്യൂ എന്ന് കൺസിഡർ ചെയ്യുന്നത്. സോ 0.028നും 0.056നും ഇടയിലാണെന്ന് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ Y വാല്യൂ നോക്കുമല്ലോ, 1.99നും 1.71നും ഇടയിൽ ആയിരിക്കും. ഓക്കെ, എത്ര ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർപൊളേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? കറക്റ്റായിട്ട് ആക്യുറേറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളൊരു കോളമായിട്ട് അങ്ങ് വരച്ച്, ഓക്കെ, ഒരു കോളമായിട്ട് വരച്ച് കഴിഞ്ഞാൽ x1 y1 അതായത് നമ്മൾ ആദ്യത്തെ ആ വാല്യൂവിന് 0.028 FA/CO എന്ന് പറയുന്ന വാല്യൂ നമ്മളിവിടെ x1 y1 എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ നമ്മുടെ വാല്യൂവിനെ നമ്മൾ എന്ത് എഴുതി? 0.056 എന്നുള്ളതിനെ x2 y2 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നടുക്കാണല്ലോ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ FA/CO എന്ന് പറയുന്നത് എത്രയാണ്? 0.036. അതിനെ നമ്മൾ xy എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ FA/COയുടെ നേരെയുള്ള y എടുത്തെഴുതി, ഈ FA/COയുടെ നേരെയുള്ള y എടുത്തെഴുതി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവിടുത്തെ y നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചുമ്മാ ഒരു ഗ്രാഫ് വരച്ചേക്കുവാണ്. X ആക്സിൽ FA/CO എന്നും Y ആക്സിസിൽ ക്യാപിറ്റൽ Y എന്നും കൊടുത്ത് നമ്മളൊരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ x1 y1 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ വരും, x2 y2 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ വരും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിരിക്കും എന്തെന്ന് പറയുന്നത്? XY എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റ് വരുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ലീനിയർ ഇൻ്റർപൊളേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇക്വേഷൻസ് ഓഫ് ലൈൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അത് നമ്മൾ ഡാറ്റാ ബുക്കിലില്ല. y മൈനസ് y1 ഡിവൈഡ് ബൈ y2 മൈനസ് y1 ഈസ് ഈക്വൽ ടു x മൈനസ് x1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്നും y ഈസ് ഈക്വൽ ടു y1 പ്ലസ് y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1 എന്ന് നമുക്ക് എഴുതാം. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, y1 നമുക്കറിയാം അല്ലേ? y1 എത്രയാണ്? 1.99 പ്ലസ് y2 നമുക്ക് എത്ര വരും? y2 1.71 മൈനസ് വീണ്ടും y1 1.99 ഡിവൈഡഡ് ബൈ x2 അറിയാം 0.056 ദെൻ മൈനസ് x1 എത്രയാണ്? 0.028. ഓക്കെ, ആ വാല്യൂസ് ഇൻറ്റു x മൈനസ് x1 ദാറ്റ് മീൻസ് 0.036 മൈനസ് 0.028. ഓക്കെ, അപ്പോൾ അവിടെ ആ x1ൻ്റെയും x2ൻ്റെയും x-ൻ്റെയും അത് കണക്ക് വൈയുടെയും വാല്യൂസ് മാറിപ്പോകാതെ എടുത്ത് എഴുതുക. ഓക്കെ, അത് എഴുതി കഴിഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? y ഈസ് ഈക്വൽ ടു 1.91 എന്ന് കിട്ടും. സോ നമുക്ക് y കിട്ടി. ഓക്കെ, ഇനി നോട്ട് ദാറ്റ് എക്സ് ആൻഡ് ബി വാല്യൂ റിമെയിൻസ് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സും ബിയും വാല്യൂയും പഴയ വാല്യൂസ് തന്നെ നമ്മൾ എടുക്കുന്നത്. അതായത് x ഈസ് ഈക്വൽ ടു 0.56, ബി ഈസ് ഈക്വൽ ടു എന്താണ്?
1. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ വാല്യൂസ് തന്നെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ എഗെയിൻ നമ്മൾ എന്താണോ നേരത്തെ ചെയ്തത് ആ സ്റ്റെപ്പുകളെല്ലാം റിപ്പീറ്റ് ചെയ്യുക. സോ സെക്കൻഡ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ന്യൂ ഈക്വലൻ്റ് ഡൈനാമിക് ലോഡ്, അതായത് പി ന്യൂ കണ്ടുപിടിക്കണം. നേരത്തെ പി ആ കണ്ടുപിടിച്ചെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്താണ് പി ന്യൂ കണ്ടുപിടിക്കണം. സെയിം ഇക്വേഷൻ പി ന്യൂ ഈസ് ഈക്വൽ ടു എക്സ് ബി എഫ് ആർ പ്ലസ് വൈ ഇൻറ്റു എഫ് എ. ഓക്കെ, അപ്പം എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം, ബിയുടെ വാല്യൂ അറിയാം, എഫ് ആർ അറിയാം, വൈ നമ്മളിപ്പം കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.91 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ എഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു പി ന്യൂ ഈസ് ഈക്വൽ ടു 11790 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ദെൻ തേർഡ് എന്താണോ നമ്മൾ നേരത്തെ ചെയ്ത് അത് തന്നെ റേറ്റിംഗ് ലൈഫ് ഓർ ബെയറിംഗ് ലൈഫ്. അതായത് റേറ്റിംഗ് ലൈഫ് അല്ലെങ്കിൽ ബെയറിംഗ് ലൈഫിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, റിമൈൻ സെയിം. എന്താണോ നേരത്തെ കണ്ടുപിടിച്ചത് അത് തന്നെ ചെയ്യുക. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 4A കാൽക്കുലേറ്റ് ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി സി. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് തന്നെ ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി കണ്ടുപിടിക്കണം. എൽ ടൺ ഈസ് ഈക്വൽ ടു സി ബൈ പി ദ ഹോൾ ക്യൂബാണ്. ടേക്ക് പി ന്യൂ, അതായത് പിക്ക് പകരം എന്തെടുക്കുക, പി ന്യൂ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചത് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എൽ ടൺ നമുക്കറിയാം 1752 ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ 11790 ക്യൂബ്. അങ്ങനെയാണെങ്കിൽ സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 142131.99 ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് 142131.99 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ സി നമുക്ക് കിട്ടി. ഇനി നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? അഞ്ചാമത്തെ സ്റ്റെപ്പ് സെലക്ഷൻ ഓഫ് ഡീപ്പ് ഗ്രോ ബോൾ ബിയറിംഗ് റോൾ ബിയറിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റോൾ ബിയറിംഗ് അല്ല കേട്ടോ, ബോൾ ബിയറിംഗ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ കഴിഞ്ഞതും ചെയ്തിട്ട് തെറ്റാന്ന് പറഞ്ഞ് പിന്നെ റിപ്പീറ്റ് ചെയ്തത് അല്ലേ. നമ്മൾ വീണ്ടും ആ സ്റ്റെപ്പിലോട്ടെത്തി. ടേബിൾ 16.9 എടുക്കുക, പേജ് നമ്പർ 387. ആ ടേബിൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്തതുപോലെ നമുക്ക് കിട്ടിയ ഈ ഡൈനാമിക് ലോഡിൻ്റെ നേരെയുള്ള വാല്യൂസ് നോക്കുക. അതിൻ്റെ ബെയറിംഗ് നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. നോക്കാം. സിയുടെ വാല്യൂ നോക്കുക, 14 അല്ലേ, 14,235 ഉണ്ട് അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞുള്ള വാല്യൂ അടുത്ത് എത്രയാണ്, 1598 അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മുടെ വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ലാർജസ്റ്റ് വാല്യൂ എടുക്കുക അല്ലേ. അപ്പോൾ ആ ലാർജസ്റ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ CO ഉണ്ട് 184365. ദെൻ അതിൻ്റെ നമ്പർ എന്ന് വെച്ചാൽ എത്രയാണ്, SKF 6234 അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി നിയർ ടു 142131.99 ന്യൂട്ടൺ ഈസ് ഫോർ ബിയറിംഗ്. SKF എത്ര വന്ന്, 6234 വന്ന്. ഫോർ ദിസ് അതിലാണെങ്കിൽ CO എത്രയാണ്, 184365 ന്യൂട്ടൺ. ദെൻ സി ഈസ് ഈക്വൽ ടു 159850 ന്യൂട്ടൺ. ഓക്കെ, കമ്പാരിസൺ. ദെൻ വീണ്ടും കമ്പയർ ചെയ്യുക. കമ്പാരിസൺ ഓഫ് FA ബൈ CO വാല്യൂസ് ഫോർ SKF 6234. ഈ കണ്ടുപിടിച്ചതിൽ FA ബൈ CO വാല്യൂ എത്ര നോക്കുക. FA നമുക്കറിയാം 5000, CO വാല്യൂ എത്രയാണ് 184365. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 0.0271 വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.27 എന്ന് കിട്ടി. എന്ത് കിട്ടിയപ്പം വാല്യൂ, ഈ SKF 6234 വാല്യൂ എത്ര കിട്ടി, 0.027 എന്ന് കിട്ടി. അത് ഈക്വൽ ആണോ, നമ്മൾ തുടക്കത്തിൽ എത്ര എടുത്തത്, FA ബൈ CO, നമ്മൾ ഈ സെലക്ട് ചെയ്തപ്പോൾ എത്ര എടുത്തത്, 0.036. സോ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0.036. So the two values of FA by CO are not equal. So ball bearing selection procedure is continued with the trial and error method. That means ഇത് ഈക്വൽ അല്ലാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, റീസെലക്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് നോർമൽ സാധാരണഗതിയിൽ ഒരു പ്രാവശ്യം ചിലപ്പം റീസെലക്ട് ചെയ്താൽ നമുക്ക് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമതും റീസെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ദ പ്രൊസീജിയർ ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി അങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ സെലക്ഷൻ പ്രൊസീജിയർ. അപ്പോൾ സോ നമുക്ക് രണ്ടാമത്തെ ഒരു വട്ടം കൂടെ ഇത് നോക്കാൻ കിട്ടുന്നു. എവിടെ സ്റ്റാർട്ട് ചെയ്യണം, അപ്പം നമ്മുടെ ഈ FA ബൈ COയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ ന്യൂ FA ബൈ CO ഈസ് ഈക്വൽ ടു 0.027. ദെൻ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് 1A അല്ലേ നേരത്തെ ചെയ്ത്, അപ്പോൾ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എന്തായി, സ്റ്റെപ്പ് 1B ചെയ്യുന്നു. കാൽക്കുലേറ്റ് ന്യൂ ത്രസ്റ്റ് ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം വൈയുടെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി, എക്സും വിയും സെയിം ആയിരിക്കും. സോ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ x1y1 xy x2 y2 നമ്മളെ ടേബിൾ എടുക്കുക. ഏതാണ്, പേജ് നമ്പർ 381 ടേബിൾ 16.3 എടുക്കുക. നമ്മളെ FA ബൈ COയുടെ വാല്യൂ 0.027 എന്ന് പറയുന്ന വാല്യൂ എടുക്കുക.
ഇവിടെ 0.027 എന്ന് പറയുന്ന വാല്യൂ ഇല്ല, 28 ആണ്. സോ ഇതിനും ഇടയിലാണ്, അതായത് 0.014നും 0.028നും ഇടയിലാണ്. ദാറ്റ് മീൻസ് y എന്ന് പറയുന്നത് എന്താണ്, 2.30ക്കും 1.99നും ഇടയിലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പറഞ്ഞു ഇൻ്റർപൊളേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ ഫസ്റ്റ് 0.14 എഴുതുക, 0.028 എഴുതുക, നമുക്ക് വേണ്ടത് 0.027. അതേപോലെ തന്നെ വൈയുടെ വാല്യൂ 2.30, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1.99 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കും, ഇൻ്റർപൊളേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ച അതേ ഇക്വേഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് y = എത്ര കിട്ടും, 2.01 എന്ന് കിട്ടും. ഓക്കെ, അപ്പം y കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് 2b. അപ്പോൾ 2b എന്ന് പറയുന്ന കാര്യം റീസെലക്ട് രണ്ടാമത്തെ സ്റ്റെപ്പായാണ് 2b എന്ന് പറയുന്നത്. അവിടെ ന്യൂ ഇക്വലൻ്റ് ഡൈനാമിക് ലോഡ് കണ്ടുപിടിക്കുക, ദാറ്റ് മീൻസ് p ന്യൂ 2 കണ്ടുപിടിക്കുക. ഓക്കെ, സെയിം ഇക്വേഷൻ, സെയിം കാര്യം, വൈയുടെ വാല്യൂ മാത്രം മാറ്റം വരും. കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ എത്രയാണ്, 2.01 അല്ലേ. ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, p ന്യൂ 2 കിട്ടും. ദെൻ സ്റ്റെപ്പ് 3b, റേറ്റിംഗ് ലൈഫ് ഓർ ബെയറിംഗ് ലൈഫ് റിമെയിൻ സെയിം, അതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ദെൻ സ്റ്റെപ്പ് 4b, കാൽക്കുലേറ്റ് ഡൈനാമിക് ലോഡ് കപ്പാസിറ്റി C. അപ്പോൾ നമുക്കറിയാം L10 = C/P⁻³ ആണ്. ഇവിടെ P എന്ന് പറയുന്നതിന് പകരം ഇവിടെ P ന്യൂ ആണോ കൊടുക്കേണ്ടത്, അല്ല, P ന്യൂ 2 എന്ന് പറയുന്ന വാല്യൂ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ C = 149365.17 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് സെലക്ഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് ഡീപ് ഗ്രൂവ് ബോൾ ബെയറിംഗ്, പേജ് നമ്പർ 16.9 ടേബിൾ നമ്പർ, ദെൻ പേജ് 387 എടുക്കുക. എടുത്തിട്ട് നമ്മൾ ഡൈനാമിക് ലോഡ് ഫാക്ടർ ഇതാണ്ട് ഈ പറയുന്ന വാല്യൂ, അതിൻ്റെ അടുത്ത് വരുന്ന വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം 14, 43, 65.17 അല്ലേ. നോക്കുക, നമ്മുടെ C എന്ന് പറയുന്ന കോളം നോക്കുക, താഴോട്ട് വരിക, 14, 43 അല്ലേ. അപ്പോൾ നമുക്കറിയാം 14 0 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എത്രയാണ്, 15, 98, 50 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ നേരെയുള്ള CO വാല്യൂ എടുക്കുക, അതിൻ്റെ നേരെയുള്ള SKV എടുക്കുക. SKF എത്ര വരും, 6234 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഡൈനാമിക് ലോഡ് ഫാക്ടർ C നിയർ ടു 149365.17 ന്യൂട്ടൺ ഈസ് ഫോർ ബെയറിംഗ് എത്രയാണ്, SKF 6234 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ CO വാല്യൂ 18, 43, 65, C വാല്യൂ 15, 98, 50. ഓക്കെ, ഇതാണ് C വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി കമ്പയർ ചെയ്യുന്നു, നേരത്തെ ചെയ്ത പോലെ നൗ കമ്പയർ FA/CO വാല്യൂ ഫോർ SKF 6234. FA നമുക്കറിയാം എല്ലാത്തിലും കോമൺ ആണ്. CO വാല്യൂ മീൻസ് ദാറ്റ് ഈ കണ്ടുപിടിച്ച വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 0.027 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം തുടങ്ങിയതും എന്താണ്, ആ ഒരു വാല്യൂവിൽ നിന്നാണ് അല്ലേ. അപ്പം ഹിയർ FA/CO = 0.027 ഈസ് മാച്ചിങ് ഓർ ഈക്വൽ ടു ഇനിഷ്യൽ വാല്യൂ ടേക്കൺ ഇൻ റീഡിസൈൻ സെക്കൻഡ് സ്റ്റേജ്. അതായത് നമ്മൾ റീഡിസൈൻ സെക്കൻഡ് സ്റ്റേജിൽ എടുത്ത FA/CO വാല്യൂ ഈ FA/CO വാല്യൂം ഈക്വലായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ മാച്ച് ആവുന്നുണ്ട്. സോ ദ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഈസ് കൺക്ലൂഡഡ്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് വെച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, അല്ലാതെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പോവണ്ട. ആൻഡ് ദ ഫൈനൽ ബെയറിംഗ് സെലക്റ്റഡ് ഈസ് SKF 6234. എന്നിട്ട് നമ്മൾ ഫൈനൽ ബെയറിംഗ് ഏതാണ് സെലക്ട് ചെയ്തത്, 6234 എന്ന് പറയുന്ന ബെയറിംഗാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനിയും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചെയ്യാൻ പോകേണ്ടതില്ല, നമ്മളിപ്പം തന്നെ 2 വട്ടം ചെയ്തു. സോ ഇനി അത് ചെയ്യേണ്ടത് കാര്യമില്ല. സോ നമ്മൾ അവിടെ വെച്ചങ്ങ് ഒന്നെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, ഈക്വൽ ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആ ബെയറിംഗ് ഏതാണെന്ന് കിട്ടി അല്ലേ, 6234 എന്ന് കിട്ടി. ഇനി അതിൻ്റെ ഡയമെൻഷൻസ് എഴുതുക. അപ്പോൾ അത് എഴുതാനായിട്ട് വലിയ പാടൊന്നുമില്ല. നമ്മൾ അതേ ടേബിളിൽ നമ്മൾ ആദ്യം താണ്ട് ഈ ഒരു പടം അങ്ങോട്ട് വരച്ച് വെക്കുക. ഓക്കെ, ബെയറിങ്ങിൻ്റെ ഒരു പടം അങ്ങോട്ട് വരച്ച് വെക്കുക. ഈ പറയുന്ന ഡയമെൻഷൻസ് എല്ലാം അടയാളപ്പെടുത്തുക. ദെൻ നമുക്ക് കിട്ടിയ എത്രയാണ്, SKF 6234 അല്ലേ, SKF 6234 എടുക്കുക. അതിൻ്റെ നേരെയുള്ള വാല്യൂസാണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ D വാല്യൂ, ക്യാപിറ്റൽ D, B, R, ഇങ്ങനെ എല്ലാ വാല്യൂസും നമുക്ക് ഈ പറയുന്ന 6234ൻ്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതായത് സ്മോൾ d = 170 mm, ദെൻ ക്യാപിറ്റൽ D = 310, ദെൻ ക്യാപിറ്റൽ B = 52, സ്മോൾ r = 5 mm. ഈ പടമോടെ അതേ കണക്ക് വരച്ച് വെച്ചേക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബെയറിംഗ് എന്ന് പറയുന്ന റോൾ ബെയറിംഗ് അല്ലേ, റോൾ ബെയറിംഗ് എന്ന് പറയുന്ന
ബോൾ ബിയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ്റെ പ്രോബ്ലം നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എല്ലാത്തിലും നമ്മൾ ഡിസൈനാണ് പഠിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ സെലക്ഷനാണ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ ബെയറിങ്ങിനെ നമുക്ക് സെലക്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഇത് ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക, ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഈക്വലായിട്ട് കിട്ടുന്നതെങ്കിൽ FA/CO എന്ന് പറയുന്ന ഈക്വലായിട്ട് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ഡയമെൻഷൻസ് എടുത്തെഴുതി ഈ പടവും വരച്ചാൽ മതി. അതല്ല കിട്ടുന്നില്ല, രണ്ടും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ട്രയൽ റൺ മെത്തേഡ് എടുക്കുക. ആ മെത്തേഡ് എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക, തുടക്കത്തിൽ നിന്നും നമുക്ക് കിട്ടിയ FA/COയിൽ നിന്നും വീണ്ടും സ്റ്റെപ്പ് 1A എന്ന് പറഞ്ഞ് തുടങ്ങുക. എന്നിട്ടും നമുക്ക് അവസാനം ഈക്വൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, 2 വട്ടം ചെയ്ത് നോക്കുക. ഇത് രണ്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് എന്തെങ്കിലും ഒരു സെൻറ്റൻസ് കൂടെ എഴുതി വെച്ചേക്കുക, ടു ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ.